നമ്മൾ +2 കഴിഞ്ഞ സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം നീറ്റ് എക്സാമാണ്. MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നീറ്റ് എഴുതി നല്ല റാങ്കിൽ വന്ന കുട്ടികളുണ്ട്. അതേപോലെ പെട്ടെന്ന് ഞെട്ടിക്കുന്നൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റിൽ സ്കാം നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഇന്ത്യയിലത്തെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുകയാണ് നീറ്റിൽ വ്യാപകമായിട്ടുള്ള സ്കാം നടന്നിട്ടുണ്ട്. വ്യാപകമായിട്ട് സ്കാം നടന്നിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റിലും. ഒരുപാട് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഫുള്ളായിട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യാണ്. ബീഹാറിലുണ്ട്, ഉത്തർപ്രദേശിലുണ്ട്, ഗുജറാത്തിലുണ്ട്, എല്ലായിടത്തും സ്റ്റേറ്റിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. കുട്ടികളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ഏജൻസിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സോൾവേഴ്സ് ഗ്യാങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാങ്ങിനെ തന്നെ വ്യാപകമായിട്ട് ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇവർ 30 മുതൽ 50 ലക്ഷം രൂപ വരെ കൊടുത്തിട്ട് നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്ത് കൊടുക്കുകയാണ് കുട്ടികൾക്ക്. ആ ലീക്ക് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് കുട്ടികൾ എക്സാം എഴുതിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ അതിനെതിരെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ളൊരു സംഭവം എന്താ വെച്ചാൽ നീറ്റിൽ 720 മാർക്കാണ് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ. ആ ഫസ്റ്റ് റാങ്ക് തന്നെ നീറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 67ഓളം കുട്ടികൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വരേണ്ടത് സെക്കൻഡ് റാങ്കാണ്. സെക്കൻഡ് റാങ്ക് വരുമ്പോൾ സാധാരണഗതിയിൽ വരാറുള്ളത് 716 മാർക്ക് അല്ലെങ്കിൽ 715 മാർക്ക്. ഒരു കുട്ടി ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 716 മാർക്ക്, അതല്ലെങ്കിൽ ആ ഉത്തരം തെറ്റിയിട്ടുണ്ടെങ്കിൽ 715 മാർക്കാണ് വരിക. 5 മാർക്ക് കുറയും, 5 മാർക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ 5 മാർക്ക് കുറയും, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 4 മാർക്ക് കുറയും. പക്ഷെ ഈ വർഷം വന്നിട്ടുള്ള 719 718 മാർക്കാണ്. അങ്ങനെയാണ് ഇതിന് ഫസ്റ്റ് ആയിട്ട് ഒരു സംശയം ജനിക്കുക. എങ്ങനെയാണ് ഈ 719 മാർക്ക് കിട്ടി അല്ലെങ്കിൽ 718 മാർക്ക് കിട്ടി എന്നുള്ള സംശയം വ്യാപകമില്ല. പക്ഷെ വേറെ കാര്യം വെച്ചാൽ റിസൾട്ട് ജൂൺ 14-ാം തീയതി അനൗൺസ് ചെയ്യേണ്ട റിസൾട്ട് നേരത്തെ അത് അനൗൺസ് ചെയ്തു. നമ്മളെ MP ഇലക്ഷന്റെ സ്കാം ഉണ്ടെന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ കാരണം ജൂൺ 15-ാം തീയതി റിസൾട്ട് ഔട്ടാക്കുന്ന റിസൾട്ട് ജൂൺ 4-ാം തീയതി, അതായത് നമ്മുടെ ഇലക്ഷന്റെ ദിവസം തന്നെ പബ്ലിഷ് ചെയ്തു, ഔട്ടാക്കി. അപ്പോൾ അതിൽ 67 കുട്ടികൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. ഈ 67 കുട്ടികൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് തന്നെ നീറ്റിന്റെ ചരിത്രത്തിലാണ് തന്നെ. അതല്ലെങ്കിൽ അതിന് മുന്നേയുള്ള ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റിന്റെ ചരിത്രത്തിലാണ് ഇത്രയും കുട്ടികൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടണേ. അപ്പോൾ അതെങ്ങനെയാണ് ഇത്രയും കുട്ടികൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞത് എന്താ വെച്ചാൽ ഈ വർഷം 3 ലക്ഷം അപ്ലിക്കൻസ് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് 67 കുട്ടികൾക്ക് കിട്ടിയത്. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഒരേ ക്ലാസ്സിൽ എന്ന് വെച്ചാൽ ഒരു ബാച്ചിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് 67 കുട്ടികൾക്ക് അടുപ്പിച്ചിരുന്ന ഒരു 6-7 കുട്ടികൾക്ക് ഫസ്റ്റ് റാങ്ക് വന്നിക്കാണ്. ഒരേ സെന്ററിലുള്ള കുട്ടികൾക്ക് ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും വന്നിക്കാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യാപകമായിട്ടുള്ള അഴിമതികൾ അതിൽ നടന്നിട്ടുണ്ടെന്ന് ആര് സമ്മതിക്കുന്നുണ്ട്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വരെ സമ്മതിക്കുന്നുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ലാതെ ഇതിൽ വേറെ ഒരു തമാശ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് മേടിച്ച് എക്സാം എഴുതി കുട്ടികൾക്ക് 300 വർഷം അവസ്ഥ ആലോചിക്കേ, ഭയങ്കര പത്തറ്റിക് അവസ്ഥയാവും. പക്ഷെ എന്നാലും നമ്മളുടെ ഈ നീറ്റ് എക്സാം രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് നടത്തുന്നതിനോടുള്ള അഭിപ്രായങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളർന്നു വന്നു കഴിഞ്ഞു. പക്ഷെ അങ്ങനെ നടത്തുമ്പോഴുള്ള ചില പ്രശ്നങ്ങൾ വെച്ചാൽ ഇത് ആത്മാർത്ഥമായി വളരെ ബുദ്ധിമുട്ടി പഠിച്ച വിദ്യാർത്ഥികൾ, കാരണം വിദ്യാർത്ഥികൾക്ക് കുറേ ബൈഹാർട്ട് പഠിച്ചിട്ടാണ് ഈ എക്സാമൊക്കെ എഴുതുക. ഒരിക്കൽ എക്സാം എഴുതി പുറത്ത് വന്നവർക്ക് അത് രണ്ടാമത് റിപ്പീറ്റ് എഴുതുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അപ്പം അതിനെക്കുറിച്ചുള്ള ആശങ്ക രക്ഷിതാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ. കാരണം അവൻ്റെ മോന് ഒരു രക്ഷിതാവ് അവരുടെ മക്കളെ നല്ല രീതിയിൽ ഒരു MBBS കോഴ്സ്, കാരണം ഇന്ന് ഏറ്റവും വാല്യുള്ള സമുദ്ര വാല്യുള്ള ഒരു മെഡിക്കൽ കോഴ്സിന് വിടുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോകുന്നത് രക്ഷിതാക്കളാണ്. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. NTA-ക്ക് രണ്ടാമത് അബദ്ധം പറ്റിയിട്ടുണ്ട്. നെറ്റ് എക്സാം എഴുതിയിട്ടുണ്ട്. ആ എക്സാം കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്തു. അതായത് ഈ നീറ്റിന്റെ സ്കാമിന്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നെറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നത്. ആ എക്സാം പാടെ ഒഴിവാക്കി. അല്ല, നമ്മളിന്ന് ഈ ടോപ്പിക്ക് ഡിസ്കഷൻ എടുക്കാനെന്ന കാരണം വെച്ചാൽ നമുക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നീറ്റ് എക്സാം വീണ്ടും നടത്തുമോ എന്ന് വെച്ചിട്ടാണ് നമുക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് MBBS അഡ്മിഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ BDS അഡ്മിഷൻ അല്ലെങ്കിൽ എബ്രോഡ് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ വിളിക്കുന്നത് ഇനി ഞങ്ങൾക്ക് നീറ്റ് എക്സാം വീണ്ടും നടത്തുമോ ഞങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, അതിൽ അഡ്മിഷൻ പ്രൊസീജിയറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതിൽ വേറൊരു സംഭവം എന്താ വെച്ചാൽ 95% മാർക്ക് +2 മേടിച്ചിട്ട് ആ സമയത്ത് ഒരു പ്രാഥമിക ഒരു ചെറിയൊരു കോഴ്സിന് ക്രാഷ് കോഴ്സിന് പോയിട്ട് ഇത് എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് എഴുതിയ കുട്ടികളുണ്ട്. ആ കുട്ടികൾ നേരെ ഒരു വർഷം അവരുടെ കഴിഞ്ഞിട്ട് വേറെ എവിടെ എക്സാം ഒരു കോഴ്സിനും ചെയ്യാതെ നേരെ 1 ഇയർ രാവിലെ 5:30 മുതൽ വൈകുന്നേരം 10:30 വരെ വെറും കണ്ടിന്യൂസ് ഈ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ മാത്രം നടക്കുന്ന കുറേ സെൻറ്റേഴ്സ് ഉണ്ട്.
കോഴിക്കോട്, അതുപോലെ പത്തനംതിട്ടയും, അതുപോലെ അങ്ങനെ പല പല സ്ഥലങ്ങളിലും ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ രാവിലെ 5:30 മുതൽ വൈകുന്നേരം 10:00 വരെയാണ് അവർ ക്ലാസ്. അങ്ങനെ കഠിനമായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പൊ അവർക്ക് ആശങ്കജനകം തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോ കേന്ദ്ര മന്ത്രിസഭ പറഞ്ഞിട്ടുള്ള എന്തായാലും നീറ്റ് എക്സാം വീണ്ടും നടത്തില്ല എന്നുള്ള തന്നെയാണ്. വീണ്ടും നടത്തില്ല എക്സാം. സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. സാങ്കേതിക പ്രശ്നങ്ങൾ വിദ്യാർത്ഥികള് 4 ലക്ഷത്തോളം കുട്ടികൾ എക്സാം എഴുതിയിട്ടുണ്ട്. രണ്ടാമതും എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ അത്രയധികം മെനക്കെടും കാര്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ഇനി എന്താ അടുത്ത റിസൾട്ട് ഇനിയിപ്പോൾ ഈ ഒരു സ്കാമിനും പെടാത്ത കുട്ടികളുണ്ട്. ഇപ്പോൾ 650 മാർക്ക്, ഒരു 650 മാർക്ക് മേടിച്ചാൽ എന്തായാലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എന്തായാലും സീറ്റ് കിട്ടുമെന്ന് ഉറപ്പാണ്. ആ കുട്ടികൾക്ക് ചിലപ്പോൾ നെക്സ്റ്റ് എക്സാം എഴുതിയാൽ എന്തായിരിക്കും, ചില 10 മാർക്ക് കിട്ടില്ല. അപ്പൊ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ഒരു വിഷയമുണ്ട്. പക്ഷെ ഇപ്പൊ ഈ നടന്ന സ്കാമിന്റെ ഭാഗമായിട്ട് ഗ്രേസ് മാർക്ക് കൊടുത്ത 1500ഓളം കുട്ടികളുടെ ഗ്രേസ് മാർക്ക് കട്ട് ചെയ്തിട്ട് വീണ്ടും അവർക്ക് എക്സാം വെച്ചു. ഈ 1500 കുട്ടികളിൽ 800 കുട്ടികൾ മാത്രമാണ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ പകുതിയോളം കുട്ടികൾ ഈ ഗ്രേസ് മാർക്ക് കിട്ടിയ പകുതിയോളം കുട്ടികൾ എന്ത് ചെയ്തിട്ടില്ല, നീറ്റ് എക്സാം എഴുതിയിട്ടില്ല. ഇതിനകത്ത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ നല്ല ഇപ്പം രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് നടത്തുന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെയുള്ള വാർത്തകൾ വരുന്നത് കൊണ്ട് മെഡിക്കൽ എന്നുള്ള വിദ്യാഭ്യാസം ഒഴിവാക്കി സാധാ ഒരു ഡിഗ്രിക്ക്, അതായത് ആർട്സ് കോളേജിൽ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്ത് അതിന് പോകാനുള്ള ടെൻഡൻസിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ പല വിദ്യാർത്ഥികളും ആ രീതിയിലാണ് എനിക്ക് ഇനിയിപ്പോൾ MBBS പഠിക്കേണ്ട, MPDS പഠിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ 3 വർഷം റിപ്പീറ്റ് ചെയ്ത കുട്ടികളുണ്ട്. അവരെല്ലാം ഈ 300 മാർക്ക് 400 മാർക്കും കിട്ടിയ കുട്ടികളാണ്. വളരെ ബുദ്ധിമുട്ടി പഠിച്ചാലും അവർക്ക് ആ ടെൻഷൻ കൊണ്ട്, എക്സാം എഴുതുന്ന ടെൻഷൻ കൊണ്ട് മാർക്ക് കുറഞ്ഞു പോയി. തുടക്കത്തിൽ എഴുതിയ മാർക്ക് 450 500 വന്ന കുട്ടികൾ പിന്നെ റിപ്പീറ്റ് ചെയ്തുമ്പോൾ കുറഞ്ഞു പോയി. അപ്പൊ അവരത് മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ വന്ന കുട്ടികളൊക്കെ നമ്മൾ എബ്രോഡ് ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട്. ഇഷ്ടംപോലെ ഉസ്ബെക്കിസ്ഥാനിലും ജോർജിയയിലും ഈജിപ്തിലൊക്കെ ഈ വർഷം ഒരുപാട് അഡ്മിഷൻ ഉണ്ടല്ലോ. നമുക്ക് തന്നെ നോക്കിയായിരുന്നു. അതില് സാമ്പത്തിക പ്രതിസന്ധിയുള്ള അത്രയും ഇവിടുത്തെ ഒരു NRE ഫീസ് അടക്കാൻ കഴിവില്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യണം, പുറത്തു പോകണം. എങ്കിലാണ് അവരുടെ സ്വപ്നം പോവുകയുള്ളൂ. കാരണം എന്താ വെച്ചാല് ഇവിടെ ഒരു 1 കോടി രൂപയോളം ഗവൺമെന്റ് ഫീസ് മേടിച്ചോളാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് NRE സീറ്റിന് സീറ്റ് ഈ വർഷം ഗവൺമെന്റ് ഫീസ് ഒരു കോളേജിൽ ഏവറേജ് 150ഓളം സീറ്റ് ഉണ്ട്. ഗവൺമെന്റ് ഫീസ് എന്ന് പറയുന്നത് അതിന്റെ റിസർവേഷൻ NRE ആണ്. ആ NRE സീറ്റ് എന്ന് പറഞ്ഞാല് അറൗണ്ട് 20 ലക്ഷം റുപ്യാണ്. 21 ലക്ഷം രൂപയാണ് ഇയർലി വരിക. കേരളത്തില് മാനേജ്മെന്റ് കോട്ടയിൽ 7 മുതൽ 8 ലക്ഷം അല്ലെങ്കിൽ 9 ലക്ഷം വരെ ഫീസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു ബഡ്ജറ്റ് വരുമ്പോൾ 45 to 50 lakhs വരുന്നുണ്ട്. 50 ലക്ഷം രൂപയോളം സ്പെൻഡ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാർക്ക് ഇനിയിപ്പോൾ സ്പെൻഡ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ മാർക്കിന്റെ അടിസ്ഥാനം ചിലപ്പോൾ കേരളത്തിൽ മാനേജ്മെന്റ് കോട്ടയിൽ കിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികളും ഉസ്ബെക്കിസ്ഥാനിലേക്ക് വരുന്നുണ്ട്, ജോർജിയയിലേക്ക് വരുന്നുണ്ട്, ഈജിപ്തിലേക്ക് പോകുന്നുണ്ട്, അങ്ങനെയുള്ള കൺട്രികൾക്കൊക്കെ പോകുന്നുണ്ട്. ചൈന മറ്റുള്ള കൺട്രീസ് ഒക്കെ കുറവാണ്, ഉക്രൈൻ കുറവാണ്, റഷ്യ കുറവാണ്. ഒരു അർത്ഥത്തിൽ പറയാൻ റഷ്യയിലൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണമാണ്. തീരുമാനമാണ് ശരിക്കും. ഒരു അർത്ഥത്തിൽ പറയാൻ വെച്ചാൽ നല്ല തീരുമാനമാണ്. ഒരു 300-350 മാർക്ക് മേടിച്ചൊരു കുട്ടി, ആ കുട്ടിക്ക് MBBS പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും ആ കുട്ടി ഇവിടെ നിന്നൊരു കാര്യമില്ല. ആ കുട്ടിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു 30 ലക്ഷം രൂപ ചെലവാക്കാൻ കഴിയുള്ളൂ ആ പാരന്റിന്. ആ കുട്ടിക്ക് എന്തായാലും തീർച്ചയായിട്ടും MBBS തന്നെ പഠിക്കണം. എന്നാൽ വേറെ നിവൃത്തിയൊന്നുമില്ല, പുറത്ത് പോയിട്ട് പഠിക്കലുണ്ടാവും. പുറത്ത് നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ തന്നെയാണ് പുറത്തുള്ളത്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും അതാത് കറക്റ്റായിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മെറിറ്റിൽ കിട്ടാറുണ്ട്. അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുന്ന നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതായത് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസിൽ അപ്ലിക്കേഷൻസ് കുറവാണ്. അതറിയാതെ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഇത് അറിയുന്നില്ല. അവർ ഈ പറയുന്ന കേരളത്തിലുള്ള കുട്ടികൾ കേരളവും തമിഴ്നാടും അതുപോലെ കർണാടകയിലും മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് അവർക്ക് കിട്ടുന്ന രീതിയിലേക്ക് പോവുകയാണ്. പക്ഷെ അത് 350 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നോർത്തിൽ പല സ്റ്റേറ്റിലും അപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. അതിലെന്ത് സംഭവിച്ചല്ലേ, അപ്പൊ അതെങ്ങനെ അപ്ലിക്കേഷൻ ഇടണം, അപ്ലിക്കേഷൻ ഇട്ട സീറ്റ് കിട്ടുകയും ടൈം അറിയണം, അപ്ലിക്കേഷൻ വിളിക്കുന്ന സമയം അറിയണം, ഒരുപാട് കാര്യങ്ങൾ അല്ല അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കുകൾ ഇപ്പൊ ഉണ്ട്, കേരളത്തിലുണ്ട്. പക്ഷെ എന്താ നമ്മൾ ഓഫീസിൽ ചെയ്യുന്നില്ലേ? അതെ, നമ്മളെ ഓഫീസിൽ അതുള്ള ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം വേറെ കാര്യം കൂടി ഉണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ എത്ര കുട്ടികൾക്ക് ചെയ്തിട്ടുണ്ട്?
നമ്മളിപ്പോ ഒന്ന് വിളിച്ചു നോക്കിയാൽ കുട്ടികൾക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ നമ്മൾ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സും കാര്യങ്ങളും നിയർ ബൈ. അത് 1000-ലധികം അപ്ലിക്കേഷൻസ് നമ്മളിട്ടു. അതിനകത്ത് ഏറ്റവും വലിയ വിചിത്രമായ ഒരു കാര്യം എന്താ വെച്ചാൽ NRI സീറ്റ് ഇവിടെ അപ്ലൈ ചെയ്ത കുട്ടി, മുഴുവൻ കുട്ടികൾക്ക് NRI സീറ്റ് ഇവിടെ അപ്ലൈ ചെയ്ത കുട്ടി അവരോട് ഇപ്പം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യം എന്താ വെച്ചാൽ ഈ മാർക്ക് വെച്ചിട്ട് നോർത്തിൽ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അവർ 3-4 സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്തു. ഞാൻ സ്റ്റേറ്റും പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ആന്ധ്രയാണ് അടുത്ത നിയറസ്റ്റ് പറഞ്ഞവർക്ക് ആന്ധ്രയാണ്. ചെറിയ റാങ്ക് ഉണ്ടായിരുന്നുള്ളൂ, ഒരു 425 മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്തായാലും മെറിറ്റിൽ വരാൻ സാധ്യതയില്ല. അപ്പോൾ അവർ NRI കോട്ടയിൽ അവിടുന്ന് 21 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇയർലി ചെയ്യാമെന്നൊരു പ്ലാനിൽ അവരത് മൂവ് ചെയ്തു. പക്ഷെ അപ്ലിക്കേഷൻ ഇട്ടപ്പോൾ ആ വ്യക്തിക്ക് കിട്ടിയത് ചെറിയ ഫീസ് മാത്രമായിട്ട്, ആന്ധ്ര ഗവൺമെന്റിന്റെ ഫീസ് മാത്രമായിട്ട് അവർക്ക് കിട്ടി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അല്ല സംബന്ധിച്ചിട്ടാണ് കൂടുതലുള്ളൂ. NRI കോട്ടനെ 10 ലക്ഷം രൂപയാണ് ഇയർലി വരുന്നത്. അതായത് കേരളത്തിലാണ് 7,65,000 ഉള്ളൂ. 6 ലക്ഷം മുതൽ 7,65,000 വരെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിനകത്ത് വിട്ട് NRI പഠിക്കാൻ പോയിരുന്ന കുട്ടിക്കാണ് ഇവിടെ 1 കോടി രൂപ ചെലവാക്കേണ്ട കുട്ടിക്ക് 10 ലക്ഷം രൂപ ഇയർലി അവിടുത്തെ ഗവൺമെന്റ് ഫീസ് മാത്രം കൊടുത്തുകൊണ്ട് അവരിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്ക് വർത്താണ്. കാരണം എന്താ വെച്ചാല് ഇവിടെ പഠിക്കുമ്പോ 21 ലക്ഷം റുപ്യ വരും, അവിടെ 10 ലക്ഷം രൂപ ഇയർലിയാണ് വരുന്നത്. അതും ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഈ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ നീറ്റ് എക്സാം വീണ്ടും നടത്തൂലേ എന്നുള്ളതാണ്. അല്ല അതിനകത്ത് ഒരു കാര്യം CBI അന്വേഷണം വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ പുറമെ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേറെ വെച്ചിട്ടുണ്ട്. CBI അന്വേഷണം നടക്കുന്നുണ്ട്. ജുഡീഷ്യൽ അന്വേഷണത്തിന് മുന്നത്തെ ISRO ചെയർമാൻ ഉണ്ട്, രാധാകൃഷ്ണൻ സാറുണ്ട്. പിന്നെ അതേപോലെ ഫോർമർ IIT എയിംസിന്റെ ഡയറക്ടർമാരുണ്ട്. ഇവരൊക്കെ വെച്ചിട്ടുള്ള ഒരു വലിയൊരു വിശാലമായിട്ടുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം. അതിന് എത്ര ജുഡീഷ്യൽ ഉണ്ടായാലും അത്ര അതിപ്പോ കുട്ടികളുടെ ഫ്യൂച്ചർ പറയാം. അല്ല പല പേരൻസും പറയുന്നത് എന്താ വെച്ചാല് ഈ കുട്ടികള് MBBS പഠിച്ചിറങ്ങുമ്പോഴത്തേനും ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരാമെന്നാണ് നമ്മുടെ ഗവൺമെന്റ് അത് നമ്മളെ അനുകൂലമായിട്ട് കുറച്ച് കാര്യങ്ങൾ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് പറയുന്നതാണ്. അതിലൊന്നും വലിയ കാര്യമാക്കണ്ട. കാരണം എന്താ വെച്ചാൽ കുട്ടികളുടെ ഫ്യൂച്ചർ എന്തായാലും പോയി. അപ്പൊ ഇനി അടുത്തത് ഇനി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി അവർക്ക് ഇപ്പൊ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും പറഞ്ഞാല് അറൗണ്ട് ഒരു 612-610 മാർക്ക് മേടിച്ച കുട്ടികൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇപ്പൊ മേടിച്ച ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതിലെന്താ വെച്ചാലേ 2019 590 580 മാർക്ക് മേടിച്ച കുട്ടികൾക്കൊക്കെ എന്ത് കിട്ടിയിരുന്നേ? നമുക്ക് ഗവൺമെന്റ് സീറ്റ് കിട്ടിയായിരുന്നു. 25,000 രൂപ. പിറ്റത്തെ വർഷമായപ്പോ അത് 590 മാർക്കായി. പിന്നെ 600 മാർക്കായി, 610 മാർക്കായി. ഇപ്പൊ 620 മാർക്ക് ഉണ്ടെങ്കിലാണ് എന്ത് കിട്ടുള്ളൂ? മിനിമം കേരള ഗവൺമെന്റിന്റെ സീറ്റ്. ഇപ്പോഴത്തെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ പല വിദഗ്ധരും പറയുന്നത് നീറ്റ് എക്സാമിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. നമ്മളെ അടുത്തേക്ക് വന്നിട്ടുള്ള കുറച്ച് കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ. അപ്പൊ അവരെന്താ വെച്ചാല് അവർക്ക് മാർക്കുണ്ട് 550, 570, 580, 520 മാർക്കുള്ള കുട്ടികൾ. അവർക്ക് എന്തായാലും സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല. അവർക്ക് ഫീസ് പേ ചെയ്യാൻ പറ്റണില്ല. അല്ല അത് ഇന്ത്യയിൽ കിട്ടാനുള്ള സാറേ ഇപ്പൊ സാറ് പറഞ്ഞ കാര്യം ഇത്രയും മാർക്കുള്ളവർക്ക് ഇന്ത്യക്കകത്ത് മെറിറ്റിൽ കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് കറക്റ്റായിട്ട് അത് സംസ്ഥാനത്ത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്കത് കൗൺസിലിങ്ങിന് ആ സംസ്ഥാനം വിളിക്കും, അവിടെ പോവുക, കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുക. അവർക്ക് ഫീസ് ഓക്കെ ആണെങ്കിൽ അഡ്മിഷൻ എടുക്കാം. അപ്പൊ കേരളത്തിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ സീറ്റ് ഉറപ്പുള്ള കുട്ടികൾ അവിടെ ചേർന്നില്ല. കാരണം എന്താ വെച്ചാൽ 6 ലക്ഷം മുതൽ 7,65,000 വരെയാണ് അവർ ഫീസ് ഉള്ളത്. അതിന് പോലും അഫോർഡബിൾ അല്ല കുട്ടികൾ. അതായത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഒരു മെസ്സേജ് സാറ് പറഞ്ഞപ്പോൾ ഒരു മെസ്സേജ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ സംവരണം ചെയ്ത സ്വാശ്രയ കോളേജിൽ സംവരണ സീറ്റുകളുണ്ട്. അതിനകത്ത് ഫീസ് കുട്ടികൾ വലിയൊരു ഫീസ് ആണെങ്കിലും കുട്ടികൾ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാവർക്കും ഇല്ല. അത് സംവരണ സീറ്റുകൾ SC/ST ഉണ്ട്, SC/ST ഉണ്ട്, OEC ഉണ്ട്, ധീവരക്ക് ഉണ്ട്. ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമേ എന്തുള്ളൂ സംവരണ സീറ്റ് റിസർവേഷൻ സീറ്റ് ഉള്ളൂ. പക്ഷെ അവരുടെ ഫീസ് കുട്ടി പേ ചെയ്യുന്നില്ല എന്നുള്ളൂ. ഗവൺമെന്റ് പേ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യം. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ നല്ല കാര്യമാണ്. പുതിയ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ രീതി ഇപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കുകയാണ്, നേരത്തെയുള്ള രീതികൾ 50% മെറിറ്റും 50% മാനേജ്മെന്റ് സീറ്റും അത് പലരും ഇപ്പോൾ ഈ നീറ്റിന്റെ പ്രശ്നത്തിന് വന്നതിന് ശേഷം ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും കുറെ ആൾക്ക് കുറെ പേരൻസ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്.
ഒരു 50% മെറിറ്റും 50% മാനേജ്മെന്റ് അന്നാണെങ്കിൽ 2.5 ലക്ഷം രൂപ ഫീസുള്ളൂ. അന്ന് 2.5 ലക്ഷം 3 ലക്ഷം ആ റേഞ്ചിലൊക്കെയാണ് ഫീസുള്ളൂ. 3,25,000 രൂപ, 3 ലക്ഷം 2.5 ലക്ഷം രൂപ ഫീസിലൊക്കെ കുട്ടികൾ ഇഷ്ടംപോലെ പഠിച്ചു. അത് ഒരു കോളേജിൽ 50% ഫീസ് അങ്ങനെ കിട്ടും. അപ്പൊ ആ 50% എന്ന് പറഞ്ഞാല് അത്യാവശ്യം കുഴപ്പമില്ലാത്ത, നമുക്ക് എല്ലാവർക്കും അറിയണമാണ്. ഡൊണേഷനൊക്കെ മേടിച്ചിട്ടാണ് കോളേജിലൊക്കെ ചെയ്യുന്നത്. എന്നാലും കുഴപ്പമില്ല, കൊടുക്കാൻ അപ്പൊ നമുക്ക് എന്തായാലും നീറ്റ് എക്സാം വീണ്ടും നടത്താൻ പോണില്ല. അപ്പൊ ഈ വർഷം വേണ്ട ആൾക്കാർ എന്ത് ചെയ്യണം? എബ്രോഡ് പോകണം. മാർക്കില്ലാച്ചെങ്കിൽ എബ്രോഡ് പോകണം. എബ്രോഡ് പോകുമ്പോൾ അതിന്റെ NMCയുടെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ നോക്കിയിട്ട് എബ്രോഡ് പോകണം. അതെല്ലാം നാട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല സ്റ്റേറ്റുകളിലും ഇപ്പോൾ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിന്റെ അപ്ലിക്കേഷനും കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും.